ഉത്സവങ്ങളുടെ നാട് തൃശ്ശൂരാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ഞാൻ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കി. എൻ്റെ നാട് കൊടുങ്ങല്ലൂർ മുതൽ മലപ്പുറം വരെ അതിനും മാത്രം ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലത്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. 1-2 സ്ഥലങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ എവിടേക്കാണ് സ്ഥലങ്ങളെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അതൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നേ. ഇഷ്ടം പോലെ ഇന്നലെ എന്തുണ്ടായിട്ടുണ്ട്, പൂയങ്ങളായിട്ടും പള്ളിപ്പെരുന്നാളായിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പലതും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നേ. അതൊക്കെ കാണാൻ പറ്റിയതിൽ അത്രയും സന്തോഷമുണ്ട്. കാരണം ഇതൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ട് ഉള്ളതല്ലാതെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അതുപോലെ കുഞ്ഞുമക്കളുടെയൊക്കെ ഒരു എനർജി അതൊക്കെ ഒരു ഒന്നൊന്നര ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു അമ്പലത്തിൽ കുഞ്ഞുമക്കളൊക്കെ ശൂലം കുത്തിയിട്ട് ആടുന്നുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് കുത്തിയതാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ അത്. അപ്പോൾ അതും ഇതിനിടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാ സ്ഥലമൊന്നും എനിക്കറിയില്ല കേട്ടോ. കൂർക്കഞ്ചേരിയിലെ ഇതാണ് ഈ കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂറും ഇന്ത്യൻ ആർമിക്കൊക്കെ വേണ്ടിയിട്ട് അതിൽ പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊരു അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 ഗോപുരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലുതൊക്കെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് ഭയങ്കര അടിപൊളിയായിട്ട് കണ്ടതിൽ ഏറ്റവും സൂപ്പറായിട്ടുണ്ടായിരുന്നത് അതായിരുന്നു കേട്ടോ. ഇന്നലെ മോളെ കാണാൻ പോയ സമയത്താണ് കേട്ടോ ഇതെല്ലാം എനിക്ക് കാണാൻ പറ്റിയത്.